ചങ്കുറ്റത്തോടുകൂടി പറയുന്നത് കേട്ടോ. അത് അവർക്കൊരു സെൽഫ് പ്രൊമോഷനാണ്, അവരുടെ വിശ്വാസമാണ്. അതുപോലെ ഈ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളും പറയണ്ടേ, ഞങ്ങൾ നെഞ്ചത്ത് അടിച്ചു പറയണ്ടേ, പറയണ്ടേ, അതൊന്നും ഇവിടുന്ന് തുടങ്ങല്ലേ. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു വിശ്വാസം വേണം. ആ കമ്പനി ഡെവലപ്പായത് എന്നിലൂടെയാണ് അല്ലേ, ഒരു വരുമാനം തരുന്ന കമ്പനിയാണ് അല്ലേ. ആ കമ്പനിക്ക് ഡെവലപ്മെന്റ് എന്നിലൂടെ, എന്നിട്ട് വരുമാനം വാങ്ങുന്നത് വലിയൊരു അഭിമാനമല്ലേ അല്ലേ. നാളെ നെഞ്ചത്തടിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി പറയണം, എൻ്റെ കഴിവാണ് ഈ കമ്പനിയുടെ വളർച്ച എന്ന് അല്ലേ. അതിൽ പല അഭിമാനം എന്താ ഉള്ളത് അല്ലേ. അപ്പോൾ ഓരോരുത്തരും നാളെ മുതൽ നെഞ്ചത്തടിച്ചുകൊണ്ട് പറയണം, ഞാനും ആ കമ്പനിയുടെ ഒരു ഭാഗമാണ്. അവിടേക്ക് വളർത്തണം നമ്മുടെ കമ്പനി. നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ട, നമ്മുടെ OTT വെബ് സീരീസിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഇനി നിങ്ങൾ ഇതിൽ ഉച്ചത്തിൽ കൈയടിക്കും ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കേട്ട് കഴിഞ്ഞാൽ. ആർക്കൊക്കെയാണ് കോമഡി ഇഷ്ടമില്ലാത്ത? കോമഡി ഇഷ്ടമുള്ളവർ കൈവോക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. നമ്മുടെ ഷാജോൺ ചേട്ടനെയും പിഷാരടിനെയും ധർമ്മജനൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? മക്കളെ, അവർ ഒരുങ്ങിക്കഴിഞ്ഞു. അടുത്ത ആഴ്ചത്തോട് നമ്മുടെ വെബ് സീരീസിൻ്റെ ഷൂട്ട് തുടങ്ങാം. കണ്ടന്റ് എല്ലാം കഴിഞ്ഞ് ഡയറക്ടർ എല്ലാം സെറ്റാക്കി ഓഫീസിൽ വന്ന് അടുത്ത ആഴ്ച ഷൂട്ട് തുടങ്ങാം. ആരൊക്കെ ആക്ടേഴ്സ് എന്നല്ലേ? പിഷാരടി, ധർമ്മജൻ, ഷാജോൺ, ജോബി ജോർജ്, പിന്നെ നമ്മുടെ കട്ടപ്പൻ്റെ ഋതിക് റോഷൻ്റെ പടത്തിലുള്ള കുട്ടിയില്ലേ വിഷ്ണു, അവരെല്ലാവരും വെച്ചുകൊണ്ട് കമ്പനി ഒരു വലിയൊരു വെബ് സീരീസ് ചെയ്യാൻ പോവാം. അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഷൂട്ട് തുടങ്ങും. പോരെ പോരെ നമുക്ക്. ഇനി അതുക്കും മേലെ ഒന്നും കൂടി ഞാൻ പറയാൻ പോവാണ്. സൂപ്പർ സ്റ്റാർ അർജുൻ ഇഷ്ടമില്ലാത്ത വല്ലവരുണ്ടോ അവിടെ? ഇഷ്ടമുള്ളവരുണ്ടോ? ഉണ്ട്. അർജുൻ ആരാ? തമിഴിലെ ആക്ഷൻ ഹീറോ അർജുൻ. യെസ്. ഇന്നലെ അർജുനും ഞാനും തമ്മിൽ ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു. ആളിന്നലെ ഒരു എഗ്രിമെന്റ് സൈൻ വെച്ചു. എന്താന്നല്ലേ, അർജുനായിട്ട് നമ്മുടെ HROT ഒരു വെബ് സീരീസ് തമിഴിൽ ചെയ്യാൻ പോവാം. ബിഗ് ബഡ്ജറ്റ് വെബ് സീരീസ്. ആമസോണിനും നെറ്റ്ഫ്ലിക്സിനും എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഒരു ബിഗ് ബഡ്ജറ്റ് വെബ് സീരീസ് HROT ചെയ്യാൻ പോവാം അർജുനെ വെച്ചിട്ട്. അർജുൻ മാത്രമല്ല കേട്ടോ, അമല പോൾ, സ്നേഹ, അങ്ങനെ ഒരുപാട് മുൻതിര കാസ്റ്റിംഗ് വരുന്ന ഒരു വെബ് സീരീസ് നമ്മൾ ചെയ്യാൻ പോവാം. അടുത്ത് തന്നെ അതിൻ്റെ അനൗൺസ്മെൻറ്റ് വരും കമ്പനിയുടെ ഭാഗത്ത് നിന്ന്. ഇനിയിപ്പോൾ അതുക്കും മേലെ ഞാൻ ഒന്നും കൂടി പറയാൻ പോവാം. ഇന്നലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, പറയാനല്ലേ വിജയ് സാർ? ഇന്നലത്തെ ഇൻസിഡൻറ്റ് വിനോദ് സാറിനോട് ഇല്ലാല്ലേ, ഒരു വലിയൊരു തമാശ ഇന്നലെ ഉണ്ടായി. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വ്യക്തി അവസാനം ഞാൻ പറയാം, ഒരു വ്യക്തി നമ്മുടെ മെട്രോ ട്രെയിനില്ലേ, വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്ത് നിന്ന് കയറി. ആൾ കയറി തൊട്ട് ബാക്കിലിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഫ്രണ്ടിലിരുന്ന് ഒരാളുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. ആ ബെല്ലടിയാണെങ്കിൽ ഒരു കൂറ റിംഗ് ടോൺ പാട്ട്, ഒരു 1.5 പാട്ട്. ഈ പാട്ട് കേട്ടപ്പോൾ പിന്നിലിരുന്ന വ്യക്തി ഫ്രണ്ടിലിരുന്ന വ്യക്തിയോട് ചോദിച്ചു, സാറ് ഇത് എവിടുന്ന് കിട്ടി പാട്ട്, ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, ഈ പാട്ട് ഞാൻ മാറ്റില്ല, ഇതെൻ്റെ ജീവിതമാണ്, ഞാൻ വന്ന വഴിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നിലിരുന്ന വ്യക്തി മുന്നിലേക്ക് കടന്നു വന്ന് സാറിൻ്റെ സൈഡിലിരുന്നു. വിനോദ് സാറിൻ്റെ സൈഡിലിരുന്ന് ചോദിച്ചു, അന്നുവെച്ചാൽ ജീവിതമൊന്നും എനിക്ക് കേൾക്കണമല്ലോ. ആ വ്യക്തി ഇങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ മൊത്തം ഗോൾഡാണ് കൈമേൽ. 8 വരലുകൾ മോതിരം, ഒരു 4-5 പൗണ്ട് കൈ ചെയ്യൽ, 1 സെറ്റപ്പ്, നല്ല കോട്ട് സൂട്ട്, 1 ഡിമാൻഡിലാണ് ആളിരിക്കുന്നത്. അപ്പോൾ പിന്നിലിരുന്ന വ്യക്തി ഈ പാട്ടും ആളെ ജീവിതം തമ്മിൽ കേൾക്കുമ്പോൾ ആൾക്കൊരു ബന്ധം തോന്നിയില്ല. ആളെ കാണുന്നുണ്ട്, പാട്ടൊരു ദാരിദ്ര്യം പിടിച്ച പാട്ടും. അപ്പോൾ ഈ പാട്ടും ഈ വ്യക്തി തമ്മിലുള്ള ബന്ധം ചോദിച്ച് മനസ്സിലാക്കി. ആ വ്യക്തി വേറെ ആരുമല്ല, നമ്മുടെ വിനോദ് സാറായിരുന്നു. അറിയോ വിനോദ് സാറിനെ? കണ്ണൂരുള്ള വിനോദ് സാറിനെ? യെസ്, വിനോദ് സാറായിരുന്നു. വിനോദ് സാറിനോട് വിശേഷമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഹൈറിച്ച് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി. ഹൈറിച്ചിൻ്റെ വർക്ക് എങ്ങനെയാണ്, ഇതിലെങ്ങനെയാണ് ഇൻകം കൊടുക്കണം, ഇതിലെത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രാജ്യത്താണ് ബിസിനസ്, കമ്പനിയുടെ ഇപ്പോഴത്തെ ആസ്തി എന്താ, എല്ലാം ചോദിച്ച് മനസ്സിലാക്കി. നമ്മുടെ പാവം സാറ് എല്ലാം കൃത്യമായിട്ട് ഒന്നുപോലും വിടാതെ പറഞ്ഞു കൊടുത്തു. ഇപ്പം നദികളി സുന്ദരി യമുന ലോഞ്ച് ചെയ്യാൻ പോകുന്ന വിവരം പോലും ആളോട് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ്
എറണാകുളം എത്തിയപ്പോൾ ഈ വ്യക്തി ബാഗ് എടുത്ത് ഇറങ്ങുമ്പോൾ വിനോദ് സാറിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ശ്രീന മാഡത്തിനെ കാണാനോ പോണേന്ന് പറഞ്ഞു. അപ്പോൾ ആള് ഞാൻ ശ്രീന മാഡത്തിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ബാഗ് എടുത്ത് കഥ കേട്ടിരുന്ന വ്യക്തി പറഞ്ഞു ഞാൻ നിങ്ങളുടെ ശ്രീന മാഡത്തിനെ കാണാനോ പോണേന്ന്. വിനോദ് സാറിൻ്റെ കിളി പോയി. അത് കഴിഞ്ഞ് ആള് ബാഗ് എടുത്ത് ഇറങ്ങി. അപ്പോൾ വിനോദ് സാറിനോട് മറ്റേ പൈലറ്റ് ലോക്കോ പൈലറ്റ് പറയാം, ആ ഇറങ്ങിപ്പോയത് ആരാന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ വിനോദ് സാറ് പറഞ്ഞു ഇല്ലാന്ന്. അപ്പോൾ അടുത്ത് തന്നെ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആള് വിനോദ് സാറിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് മോഹൻലാലിൻ്റെ മാനേജർ, ആര്? സനൽ സാർ. അപ്പോൾ വിനോദ് സാറ് പിന്നെയും ചിന്തിച്ചു, മോഹൻലാലിൻ്റെ മാനേജർ എന്തിനാണോ ശ്രീന മാഡത്തിനെ കാണാൻ പോണേ, തിരുവനന്തപുരത്ത് നിന്നാണ് എന്നെ കാണാനാണ് എറണാകുളം വന്നത് പോകുന്നതെന്ന് ചിന്തിച്ചു. പക്ഷേ ഇതെന്നെ വിളിച്ച് വിനോദ് സാറ് പറഞ്ഞില്ല. ബട്ട് ഇതെനിക്ക് വലിയൊരു ഉപകാരത്തിൽ വന്നു. എങ്ങനെയാണെന്നല്ലേ, ഉച്ചയ്ക്ക് ഞാൻ സനൽ സാറിനെ കാണാനായിട്ട് ട്രാവൻകൂർ, ആശീർവാദ് ട്രാവൻകൂർ എന്നുള്ള ഹോട്ടലിലേക്ക് ചെല്ലാണ്. നമ്മുടെ ലാലേട്ടൻ്റെ ഹോട്ടലാണത്. അവിടെ ചെല്ലുമ്പോൾ മാത്യു സാറുണ്ട്, സനൽ സാറുണ്ട്. ഇവർ രണ്ടുപേരും എന്നെ കണ്ട വഴിക്ക് ചിരിച്ച് വർത്തമാനം വന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ നമുക്കൊരു പ്രൊമോഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ലാലേട്ടൻ എഗ്രി ചെയ്തു കേട്ടോ, നമുക്ക് ഡിസംബറിലോ അല്ലെങ്കിൽ ജനുവരി 1 ലാലേട്ടൻ്റെ ഷോ ചെയ്യാം, HR ഓടിയിരിക്കുന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ ഒന്നും പറയാണ്ട് തന്നെ ആളെല്ലാം ഇങ്ങോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറ് അപ്പോൾ ഹൈറിച്ചിനെ പറ്റി സാറിന് അറിയണ്ടേ? അപ്പോൾ ആൾ പറയാ, ഇന്ന് ഉച്ചയ്ക്ക് ഹൈറിച്ചിന് മൊത്തം കഥ ഞാൻ അറിഞ്ഞൂടോ, വൺ മിസ്റ്റർ വിനോദിലൂടെ. അതാണ് ദൈവമേ, ഞാനൊന്നും പറയണ്ട. അല്ല, ഞാൻ പറയുമ്പോൾ എന്ത് ചിന്തിക്കും? മോഹൻലാലിൻ്റെ ഒരു പ്രോഗ്രാം നമുക്ക് കിട്ടാൻ വേണ്ടി, നമ്മുടെ OTTക്ക് മോഹൻലാൽ ഷോ ഒരെണ്ണം കിട്ടാൻ വേണ്ടി നമ്മൾ ചെന്ന് എന്തൊക്കെ നാല് തള്ളാന്ന് വിചാരിക്കും, അല്ലേ? പക്ഷെ പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു കേട്ടപ്പോൾ എന്തായി? എനിക്ക് പറയേണ്ട ആവശ്യം വന്നില്ല. പക്ഷെ ഈ വിശേഷം ആള് ലാലേട്ടനോട് പങ്കുവച്ചപ്പോൾ സഡൻലി ലാലേട്ടൻ പറഞ്ഞു അവർക്ക് ഡേറ്റ് കൊടുത്തേക്ക്, പ്രോഗ്രാം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വരെ എത്തിപ്പോയി നമ്മുടെ ഹൈറേറ്റ്, അല്ലേ? അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഫിജി സാറിന് കഥ പറഞ്ഞപ്പോൾ ഫിജി സാറ് വന്നു. അവരോട് ഞാൻ കുറേ നാളായിട്ട് പറയണ്ട ഈ റിംഗ് ടോൺ ഒന്ന് മാറ്റായിരുന്നു. അപ്പം ഞാൻ ഫിജി സാറിനോട് പറഞ്ഞു, റിംഗ് ടോൺ മാറ്റാത്തത് ദൈവാനുഗ്രഹമായി പോയി. കാരണം ആ റിംഗ് ടോൺ കാരണമാണല്ലോ സനൽ സാറ് ഹൈറിച്ചിനെ പറ്റി അറിഞ്ഞതും ലാലേട്ടൻ ഡയറക്റ്റ് ഹൈറിച്ച് എന്താണെന്ന് അറിഞ്ഞതും നമുക്ക് ആ ഒരു പ്രോഗ്രാം ചെയ്യാനൊരു അവസരം വന്നതല്ല ആ ഒരു റിംഗ് ടോൺ കാരണല്ലേ, അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു പലതും മോശമായി നടക്കുന്നത് നല്ലതായി ഭവിക്കും.